ചന്ദ്രിക 74 വയസ്സായി. അന്നമ്മ ടീച്ചർ, ലൂസി ടീച്ചർ, റോസൽ ടീച്ചർ, ജാനകി ടീച്ചർ, രാധ ടീച്ചർ, ഒരു രാഘവൻ മാഷ്, പണിക്കര് മാഷ്, ഇത്രയും പേരന്മാരുണ്ടായിരുന്നു. രാജേശ്വരി, വാസന്തി, മുകുന്ദൻ, കൂട്ടുകാരൻ മുകുന്ദൻ, പിന്നെ അമ്മിണി, ഒരു വസുന്ധര. മറ്റു പ്രശ്നം വന്ന് കഞ്ഞി ഉണ്ടായിരുന്നു, ഉപ്പുമാവ് അങ്ങനെ ഉണ്ടായിരുന്നു. അത്രയുള്ള ഭക്ഷണമൊക്കെ ഉണ്ടായുള്ളൂ. ലഘു ഭക്ഷണമായിരുന്നു. 4 മണി വരെ ക്ലാസ് ഉണ്ട്. രസകരമായിട്ടുള്ള അനുഭവമാണ്. അന്നത്തെ ഒരു പ്രത്യേക പരിപാടി ഉണ്ടായിരുന്നു. ഡാൻസ്, പാട്ട്, തുമ്പി തുള്ളിക്കലൊക്കെ. ഞങ്ങൾ കുറച്ച് പെൺകുട്ടികളൊക്കെ പാടെ തുമ്പി തുള്ളിച്ചു. ഒരു ആൺകുട്ടിയെ വട്ടപ്പറമ്പ് എത്താമെന്ന് പറയും. ആളെ ഞങ്ങൾ കുളത്തിൽ ചാടിച്ചു. തുമ്പി തുള്ളിച്ച് ആൾ തുള്ളി പോഴങ്കാവ് കുളത്തിൽ ചാടി. അന്ന് പോഴങ്കാവ് കുളം ഉഷാറായിട്ട് ആൾക്കുണ്ടായി. അതോടുകൂടി ടീച്ചറിന് നല്ല തല്ലും കിട്ടി. പിന്നെ അന്ന് സ്കൂളിൽ കുട്ടികൾ മുടങ്ങിക്കഴിഞ്ഞാൽ ഞവണിക്കമാലിടിക്കും മാഷ്. ഞവണിക്കമാലിടിച്ച് എല്ലായിടത്തും കൊണ്ട് നടത്തുമായിരുന്നു. ഇന്നത്തെ പോലെ പ്രധാന പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് തെറ്റ് ചെയ്താൽ മാഷ് ശിക്ഷിച്ചാൽ അതിനാരും ചോദ്യം ചെയ്യാറില്ല. ഇന്നിപ്പോൾ എല്ലാവരും ചോദ്യം ചെയ്യും. അങ്ങനത്തെ കാലഘട്ടത്തിലാണ് ഞാൻ പഠിച്ചിരുന്നത്. ഇന്നത്തെ സ്കൂളും അന്നത്തെ ഞങ്ങളുടെ സ്കൂളും തമ്മിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. ഇന്ന് ആ സ്കൂൾ കാണുമ്പോൾ ഞാൻ എപ്പോഴും പറയും, അന്ന് ഞങ്ങളൊക്കെ പഠിച്ചത് വളരെയധികം ബുദ്ധിമുട്ടിക്കൊണ്ടാണ്. കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ ടീച്ചർക്കും അവിടെ ക്ലാസ് എടുക്കാൻ പറ്റില്ല, ഞങ്ങൾക്ക് ഇരിക്കാനും പറ്റില്ല. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ബെഞ്ച് മാറ്റിയിടും. അപ്പോൾ അവിടെ ചോരുമ്പോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റിയിടും. മഴ തോരണവർ ഞങ്ങൾക്ക് അതൊരു പരിപാടിയായിരുന്നു, പണിയായിരുന്നു. ഇന്നിപ്പോൾ ഞങ്ങൾ അവിടെ വല്ല മീറ്റിങ്ങിനൊക്കെ പോകുമ്പോൾ ഞങ്ങൾക്ക് കാണുമ്പോൾ ഒരു അസൂയ തോന്നുന്നു. ഞങ്ങൾ പഠിച്ചപ്പോൾ അങ്ങനെ. ഇപ്പം വളരെയധികം വ്യത്യസ്തമായിരിക്കണം. അവിടെ പുരോഗമനം വളരെയധികം ഉണ്ട്. അപ്പം എൻ്റെ പേരക്കുട്ടിയൊക്കെ അവിടെ കുറച്ച് ആൾ പഠിച്ചു. പിന്നെ അവരെ അമ്മ പോയോട്ടിട്ട് അവർ പോയി. എൻ്റെ മക്കൾ അവിടെ പഠിച്ചിട്ടുണ്ട്. 2 മക്കളുണ്ട്, 2 പേരും അവിടെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം 100-ാം വർഷത്തിൻ്റെ ഉദ്ഘാടനമാണ്. അപ്പം ഞങ്ങൾ പൂർവ്വ വിദ്യാർത്ഥികൾ ആവുന്നതും ഞങ്ങളുടെ മക്കളൊക്കെ അവിടെ കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആഗ്രഹിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. നമസ്കാരം.